റയാനെ പിടിച്ച് മറ്റൊരു യൂണിവേഴ്സിൽ അല്ലെങ്കിൽ മറ്റൊരു റിയാലിറ്റിയിൽ കൊണ്ടുപോയി ട്രാപ്പ് ചെയ്തു എന്ന് അറിയാത്ത നമ്മുടെ ഡാനിയേല പുള്ളിക്കാരന് മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ട്. ആ ഒരു മെഡിനെ പറ്റി എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയോ, എന്ത് തരത്തിലുള്ള മെഡാണ് തന്റെ ഹസ്ബൻഡ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെ അറിയണമല്ലോ. ഏതായാലും ആ ഒരു ദിവസം കഴിഞ്ഞ് അടുത്ത ദിവസം രാവിലെ ഈ യൂണിവേഴ്സിലെ ഡിറ്റക്റ്റീവ് മെയ്സൺ നമ്മുടെ ജേസന്റെ വീട്ടിലെത്തി. റയാന്റെ തിരോധാനത്തെ തുടർന്നുള്ള അന്വേഷണമാണ്. 12 മണിക്കൂറായി അവനെപ്പറ്റി യാതൊരു ഇൻഫർമേഷനും ഇല്ല. അവന്റെ ഗേൾഫ്രണ്ട് കംപ്ലൈന്റ് കൊടുത്തു. സോ റയാന് പരിചയമുള്ള അവനോട് ക്ലോസ് ആയിട്ടുള്ള ആളുകളോട് അവനെപ്പറ്റി ഇങ്ങനെ അന്വേഷിച്ചു വരുവാണ്. ഇവർ അവസാനമായിട്ട് എപ്പോഴാണ് റയാനെ കണ്ടത് എന്നൊക്കെ ചോദിച്ചപ്പോൾ ഡാനിയേൽ ഒരു 4-5 ദിവസം മുമ്പാണ് അവനെ കണ്ടത്. അന്ന് ആ മെഡ് കൊണ്ടു കൊടുക്കാൻ അവന്റെ ഫ്ലാറ്റിൽ പോയപ്പോൾ. റയാൻ ആവട്ടെ വില്ലേജ് ടാപ്പിൽ വെച്ച് അവനെ കണ്ടിരുന്നു എന്നുള്ള കാര്യം തുറന്നു പറയുന്നുണ്ട്. പോലീസിന് ഓൾറെഡി അവിടുത്തെ CCTV വിഷ്വൽസ് ഒക്കെ കിട്ടിയിരുന്നു. കള്ളം പറയാതിരുന്നത് എന്തുകൊണ്ട് നന്നായി, അല്ലെങ്കിൽ ഇപ്പോഴേ പെട്ടേനെ. അന്ന് അവിടെ വെച്ച് റയാൻ ഓവറായിട്ട് മദ്യപിച്ചിരുന്നു. പിന്നെ അവൻ അത്ര ഓക്കെ ആയിരുന്നില്ല എന്നും ഇവൻ പറയുന്നുണ്ട്. അത്രയൊക്കെ ചോദിച്ചറിഞ്ഞ് ഡിറ്റക്റ്റീവ് മേസൺ തിരികെ പോയി. ഉടനെ നമ്മുടെ ഡാനിയേല പുള്ളിക്കാരി കണ്ടെത്തിയ ആ ഒരു മെഡ് ഇവന് കാണിച്ചു കൊടുത്തിട്ട്, ഇതെന്താ ഇത്, നിങ്ങളുടെ സ്റ്റോറേജ് യൂണിറ്റിൽ നിന്ന് എനിക്ക് കിട്ടിയതാ. റയാന്റെ ഫ്ലാറ്റിൽ പോയതും ഇതെന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാ. അയ്യോ ഡാനിയേല, ഇത് നീ വിചാരിക്കുന്ന പോലൊരു സാധനമല്ല. ഇത് നമ്മുടെ പ്രീഫ്രണ്ടൽ കോർട്ടക്സിലെ കുറച്ച് ഏരിയാസ് ഒന്ന് ഷട്ട് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മെഡ് മാത്രമാണ്. സൂപ്പർ പൊസിഷൻ എന്ന അവസ്ഥ കേട്ടിട്ടില്ലേ? ആ ഒരു അവസ്ഥയിലെ മാക്രോസ്കോപ്പിക് ഒബ്ജക്റ്റുകളെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. മാത്രമല്ല ഇത് ക്രിയേറ്റ് ചെയ്തത് റയാനാണ്. അവനത് നിന്നോട് പറയാതിരുന്നതിന്റെ കാരണം അവന് നോൺ ഡിസ്ക്ലോസർ എഗ്രിമെന്റ് ഉണ്ടേ. സോ എഗ്രിമെന്റ് അനുസരിച്ച് അവൻ ആരോടും ഇത് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് മാത്രം അവൻ ചുമ്മാ ഡ്രാമ കളിച്ചതാ. ഇവര് രഹസ്യമായിട്ട് കൊണ്ടുവന്ന് ഈ ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് ജേസനും ഇത് ഉപയോഗിക്കേണ്ടി വന്നു. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ സ്വഭാവത്തിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ഫീൽ ചെയ്തത്. മെഡിന്റെ ഒരു സൈഡ് എഫക്ട് മാത്രമാണ്. ഇനി ഇത് ഉപയോഗിക്കില്ല എന്നൊക്കെ പറഞ്ഞ് അവിടുത്തെ സിറ്റുവേഷൻ പുള്ളിക്കാരൻ ഇങ്ങനെ അങ്ങ് മാനേജ് ചെയ്തു. ശേഷം നമ്മുടെ ജേസൺ, നമ്മുടെ ഒറിജിനൽ ജേസണും അമ്മാന്റെയും കൂടെ ബോക്സിൽ വന്ന് പുതിയൊരു ലോകത്തേക്ക് കടക്കുവാണ്. ഇത്തവണ അമ്മാന്റെയാണ് വാതിൽ തുറക്കുന്നത്. നേരത്തെ നമ്മൾ കണ്ടിരുന്നല്ലോ അമ്മാന്റെ ഒരു നോട്ടിൽ എന്തൊക്കെയോ ഇങ്ങനെ എഴുതി വെക്കുന്നത്. അതായത് അവൾ അവളുടെ സങ്കല്പത്തിനനുസരിച്ചുള്ള ഒരു ലോകത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇതുവരെ കണ്ട ലോകങ്ങൾ പോലെയല്ല. ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഭയങ്കര സമാധാനമുള്ള ഒരു സ്ഥലം. നല്ല രീതിയിൽ ഡെവലപ്ഡ് ആയിട്ടുള്ള, നേച്ചറിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് തന്നെ അതിനെ പരിപാലിച്ചുകൊണ്ട് തന്നെ ഡെവലപ്ഡ് ആയിട്ടുള്ള മനോഹരമായൊരു ലോകം. ഫസ്റ്റ് ഇംപ്രഷനിൽ നമുക്ക് തോന്നുന്നത് എന്താണെന്നറിയോ? ഇവിടെ എല്ലാവരും ഈക്വലാണ്. ആരും ആർക്കും മേലെ താഴെ അങ്ങനെ ഒരു സെറ്റപ്പ് ഒന്നുമില്ല. കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും അവരുടെ സ്വഭാവത്തിലും അവരുടെ പെരുമാറ്റത്തിലും അതിൻ്റെതായിട്ടുള്ള വ്യത്യാസങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. ശാസ്ത്രീയമായ കാര്യങ്ങളിൽ വ്യക്തമായി അറിവുള്ള കൊച്ചുകുട്ടികൾ ടീച്ചേഴ്സുമായിട്ട് നല്ല രീതിയിൽ ഇന്ററാക്ട് ചെയ്യുന്നു. നല്ല നല്ല മൂല്യങ്ങൾക്ക് മേൽ ഉണ്ടാക്കിയെടുത്ത ആ ഒരു മൂല്യങ്ങൾ പഠിപ്പിക്കുന്ന മനോഹരമായൊരു ലോകം. ഇവർ ഇതുവരെ എത്തിയതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ലോകം. ബോക്സ് ക്രിയേറ്റർ ജെയ്സന് വേണമെങ്കിൽ ഇങ്ങനെ ഒരു ലോകത്തിലേക്ക് എത്താമായിരുന്നു ആദ്യമേ. ഇൻഫൈനൈറ്റ് പോസിബിലിറ്റീസ് ആണല്ലോ. അയാൾ ആഗ്രഹിച്ചിരുന്നെങ്കിൽ ഡാനിയേലയും ജേസനും ഒക്കെയുള്ള ഇതുപോലെ എല്ലാവരും ഈക്വൽ ആയിട്ടുള്ള ഒരു ലോകം ചൂസ് ചെയ്യാമായിരുന്നു. എന്നിട്ടും അങ്ങേര് ആ ഒരു റൈറ്റിനോട് ചേർന്ന് നിൽക്കുന്ന ലോകത്തേക്ക് തന്നെ പോയി. അയാളല്ലേ ഇവിടെ ശരിക്കും മണ്ടൻ. ഒരുപക്ഷെ പുള്ളിക്കാരൻ ഇങ്ങനെ ഒരു നല്ല ലോകം ഉണ്ടെന്ന് ചിന്തിച്ചിട്ടുണ്ടാവത്തില്ല. ബോക്സ് ക്രിയേറ്റർ ആണെങ്കിലും ഇത്രയും നാൾ ആ ഒരു ക്യാപിറ്റലിസ്റ്റ് ലോകത്ത് തന്നെയല്ലേ ജീവിച്ചു വന്നത്. ഏതായാലും ഇവിടെ എത്തിപ്പെട്ട നമ്മുടെ ജേസനും അമ്മാന്റെയും വളരെ ഹാപ്പിയാണ്. ഇരുവരും ഈ ഒരു മൊമെന്റ് ഒക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് ഇന്ന് ഈവനിങ് ഇവിടെയുള്ള ഒരു സ്കൈ റെസ്റ്റോറൻറ്റിൽ മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് അമ്മാന്റെ ഒരു വഴിക്ക് പോയി. നമ്മുടെ ജേസൺ അവിടെ ഇരിക്കുമ്പോൾ മറ്റു രണ്ടാൾ ഇവന്റെ അടുത്ത് വന്ന് ഇന്ന് അവരുടെ ആനിവേഴ്സറി ആണ്, അതുകൊണ്ട് ഒരു ഫോട്ടോ എടുക്കാൻ സഹായിക്കുമോ എന്ന് ചോദിച്ച് ക്യാമറ ഇവന്റെ കയ്യിൽ കൊടുത്തു. ജേസനും സന്തോഷത്തോടെ ഫോട്ടോ എടുത്തു കൊടുത്തു. അപ്പോൾ അവരാവട്ടെ നമ്മുടെ ജേസനും അമ്മാന്റെയും ഇവിടെ വന്നിരുന്നപ്പോൾ ഇവരുടെ ഫോട്ടോ എടുത്തത് കൊടുക്കുന്നുണ്ട്. കുറെ നാളായിട്ട് അമ്മാന്റെയുടെ കൂടെ ഇങ്ങനെ ട്രാവൽ ചെയ്ത് നടന്ന് അവളെ ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെട്ടിരുന്നു ആൾക്ക്. ഈ വക കാര്യങ്ങളൊക്കെ ഇപ്പോൾ കൂടുതൽ ചിന്തിക്കാൻ പോയാൽ വേറെ കുഴപ്പങ്ങളിലേക്ക് പോകും എന്നറിയാവുന്നത് കൊണ്ട് അമ്മാന്റെ പോയ ആ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ഇവനും ചെല്ലുകയാണ്. വളരെ മനോഹരമായ വ്യൂ ഉള്ള സ്കൈ ടോപ്പ് റെസ്റ്റോറൻറ്റ്. ഇരുവരും നല്ല ഡ്രസ്സൊക്കെ ധരിച്ച് അവിടെ ഇരുന്ന് ആ ഒരു മൊമെന്റ് എൻജോയ് ചെയ്യുന്നു. ജേസൺ അമ്മാന്റെക്ക് ഒരു സർപ്രൈസ് കൊടുക്കുന്നുണ്ട്. ഇവർ രണ്ടാളും നേരത്തെ സംസാരിച്ച് വന്നപ്പോൾ അമ്മാന്റെക്ക് ഏറ്റവും ഇഷ്ടമുള്ള ക്യാൻഡി ഡെയർസ് എന്ന ബ്രാൻഡിന്റെയാണെന്ന് അവൾ മെൻഷൻ ചെയ്യുന്നുണ്ടായിരുന്നേ. നമ്മുടെ ഈ ജേസന്റെ ലോകത്ത്, നമ്മുടെ ഒറിജിനൽ റിയാലിറ്റിയിൽ അങ്ങനെ ഒരു ക്യാൻഡി ഇല്ല, അങ്ങനെ ഒരു ബ്രാൻഡ് ഇല്ല. എന്നാൽ ഇവിടെ ഈ ഒരു റിയാലിറ്റിയിൽ അങ്ങനെ ഒരു ക്യാൻഡി ബ്രാൻഡ് ഉണ്ട്. ജേസൺ അത് കണ്ടതും അതും വാങ്ങി അമ്മാന്റെക്ക് ഗിഫ്റ്റ് കൊടുത്തു. അവൾക്കും ഒരുപാട് സന്തോഷം. നേരത്തെ സംസാരത്തിനിടയിൽ എപ്പോഴോ ഒന്നും മെൻഷൻ ചെയ്തു പോയ കാര്യം ഇവൻ ഓർത്ത് വെച്ച് അത് കണ്ടപ്പോൾ വാങ്ങിക്കൊണ്ട് കൊടുത്തല്ലോ. ഇരുവരും ഫുഡ് കഴിച്ചു. അമാൻഡ ഈ ലോകത്തെ ജേസനെ പറ്റിയും ഇവിടുത്തെ അമാൻഡയെ പറ്റിയും ഒക്കെ വിശദമായി തിരക്കിയിരുന്നു. ഇവിടുത്തെ ജേസൺ ആവട്ടെ ഒരു ഇൻഷുറൻസ് ഏജന്റ് ആണ്. പിന്നെ ഇവിടുത്തെ അമാൻഡ ആളെ കാണാതായിട്ട് കുറേ നാളായി. പല രാജ്യങ്ങളിൽ സിറ്റിസൺഷിപ്പ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ആളെ പറ്റി കൂടുതൽ ഇൻഫർമേഷൻ ഒന്നും അവൈലബിൾ അല്ല. ഇവളുടെ കൂട്ട് ആ അമാൻഡയ്ക്ക് അച്ഛനോ അമ്മയോ ഒന്നുമില്ല, ബ്രദർ ഇല്ല. ജസ്റ്റ് ഒരു ഐഡന്റിറ്റി ഇങ്ങനെ കിടപ്പുണ്ട്. അമാൻഡ എന്ന വ്യക്തിയുടെ ഐഡന്റിറ്റി ഉണ്ട്. ആളെ കാണാതായിട്ട് കുറച്ച് നാളായതുകൊണ്ട് ഈ അമാൻഡയ്ക്ക് അത് ഹെൽപ്ഫുൾ ആണ് എന്ന് പറഞ്ഞു. ജേസന് പെട്ടെന്ന് അങ്ങോട്ട് കത്തിയില്ല. എന്താ നീ അങ്ങനെ പറഞ്ഞേ, മനസ്സിലായില്ല. ജേസൺ അത് പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഒരു വേർഷൻ ആയതുകൊണ്ട് അവളുടെ ഫിംഗർ പ്രിന്റ് ആക്സസ് ചെയ്യാനും ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ വെച്ച് എനിക്കിവിടെ പാസ്പോർട്ടൊക്കെ ഒപ്പിക്കാൻ പറ്റി. പിന്നെ ഇത്രയും നല്ലൊരു ലോകം ഞാനിങ്ങനെ വെറുതെ അർത്ഥമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്നതിനേക്കാളും ഇവിടെ സ്റ്റേ ചെയ്യുന്നതാണ് നല്ലത് എന്ന് തോന്നുന്നു. ഐ തിങ്ക് ഇതെനിക്ക് പെർഫെക്റ്റ് ആണ്. വളരെ നല്ല തീരുമാനം. ഈ അമാൻഡയ്ക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു തീരുമാനം തന്നെയാണിത്. പുള്ളിക്കാരി ഇവിടെ സ്റ്റേ ചെയ്യാം, നല്ല ലോകം, സമാധാനം ഉണ്ടാവും, നല്ല നല്ല ആളുകൾ, ഇവരോടൊക്കെ ഇടപഴകി സമാധാനമായിട്ട് ഇവിടെ ജീവിക്കാവുന്നതല്ലേ ഉള്ളൂ. അന്ന് ജേസനെ രക്ഷിക്കാൻ വേണ്ടി ബോക്സിൽ കയറി ട്രാവൽ ചെയ്ത് തുടങ്ങി
തുടങ്ങി എന്നുള്ള കാരണത്താൽ ഇനിയും അവന് വേണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. അമാൻഡയുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കി ജേസണും അതിനെ തലയാട്ടി. ബോക്സിന്റെ വാതിൽ തുറന്ന് ഇങ്ങോട്ട് എത്തുന്നതിന് മുമ്പ് എന്താണ് അവൾ മനസ്സിൽ വിചാരിച്ചത്, എന്തൊക്കെ കാര്യങ്ങളിലാണ് സ്പെസിഫിക് ആയിട്ടൊരു ക്ലാരിറ്റി കൊണ്ടുവന്നത് എന്നും നമ്മുടെ ജേസണ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇദ്ദേഹം ഇത്രയും നാൾ ഇദ്ദേഹത്തിന്റെ റിയാലിറ്റിയിലുള്ള കടകളും കടകളുടെ പേരുകളും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നത്. എന്നാൽ അങ്ങനെ ചെയ്യാതെ ഒബ്ജക്റ്റുകളെ ഫോക്കസ് ചെയ്യുന്നതിന് പകരം മനുഷ്യനെ ഫോക്കസ് ചെയ്യും, മനുഷ്യന്റെ സ്വഭാവത്തെയും അവരുടെ രീതികളെയും ഒക്കെ ഫോക്കസ് ചെയ്താൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും എന്ന് പറഞ്ഞു കൊടുത്തു. യാത്ര പറയുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്, എന്നാലും അവളുടെ തീരുമാനത്തെ റെസ്പെക്ട് ചെയ്യുക, അതാണ് നല്ലൊരു ഫ്രണ്ട് എന്ന രീതിയിൽ ഇദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്നത്. ഇനി ഒരിക്കലും മറ്റൊരു ലോകത്തേക്ക് പോകുന്നില്ല, പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് അമാൻഡ വ്യക്തമായി പറഞ്ഞെങ്കിലും എന്തെങ്കിലും ആവശ്യം വരുമെന്ന് കരുതി അവൾ അറിയാതെ അവളുടെ ബാഗിലെ ജേസൺ 2 മെഡ് ഇട്ട് വെക്കുന്നുണ്ട്. പറയാൻ പറ്റില്ല, മൾട്ടിവേഴ്സ് അല്ലേ, എന്തെങ്കിലും വലിയ പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവൾക്ക് രക്ഷപ്പെടണമെങ്കിൽ ഇത് സഹായകമായേക്കും. ജേസൺ ഇനിയിപ്പോൾ ട്രാവൽ ചെയ്യാനായിട്ട് 3 മെഡ് മാത്രമേ ബാക്കിയുള്ളൂ. ആദ്യ ശ്രമത്തിൽ എത്തുന്നത് ഒരു കത്തിക്കരിഞ്ഞ ലോകത്താണ്. രണ്ടാമതാവട്ടെ ഇവന്റെ ലോകമല്ലാത്ത മറ്റൊരു ലോകം. അവിടെയും ഡാനിയലെ ഉണ്ട്. ഇവൻ ഡാനിയലെ ഫോൺ ചെയ്ത് അവളുടെ സുഖവിവരങ്ങളൊക്കെ തിരക്കി അവൾ എപ്പോഴും ഓക്കെ ആയിരിക്കണം, അവളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. ആൾക്ക് നല്ല പേടിയുണ്ട്. ഇനി ഒരു പക്ഷേ ഇവന്റെ റിയാലിറ്റിയിലേക്ക് തിരിച്ചു പോകാൻ പറ്റിയില്ലെങ്കിലോ, ഇവന്റെ ഡാനിയലെ മീറ്റ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിലോ, ആ ഒരു ഭയം കാരണം ഇവിടെ മറ്റൊരു റിയാലിറ്റിയിൽ ഡാനിയലെ കണ്ടപ്പോൾ ജസ്റ്റ് അവളോട് നല്ല ഹാപ്പി ആയിട്ട് സംസാരിക്കുന്നു. ഒരു നിമിഷം ഈ റിയാലിറ്റിയിലെ ജേസനെ എന്തെങ്കിലും ചെയ്തിട്ട് ഇവിടെ ഡാനിയലയുടെ കൂടെ അങ്ങ് ജീവിച്ചാലോ എന്ന് പോലും അവന് തോന്നിപ്പോയി. രാത്രി അവരുടെ വീട്ടിലൊക്കെ ചെന്ന് കയറുന്നുണ്ട്. അവിടുത്തെ ജേസണും ഡാനിയലയും അങ്ങനെ കിടക്കുന്നത് കണ്ടിട്ട് എന്തോ അവരുടെ ലൈഫ് നശിപ്പിക്കാനോ സ്പോയിൽ ചെയ്യാനോ ഒന്നും തോന്നിയില്ല. ആള് മാറി കിച്ചണിൽ വന്നു. അന്നേരം ആ റിയാലിറ്റിയിലെ ഇവരുടെ മകൻ ഇറങ്ങി വരുവാണ്. ജേസൺ ചാർലി എന്ന് വിളിച്ചപ്പോൾ, ചാർലിയോ എന്താച്ചാ, ഞാൻ മാക്സ് ആണ്. അതായത് ഈ റിയാലിറ്റിയിൽ ഇവരുടെ 2 മക്കളിൽ രക്ഷപ്പെട്ട കുഞ്ഞിന് ഇവരിട്ട പേര് മാക്സ് എന്നാണ്. നമ്മുടെ ജേസന്റെ റിയാലിറ്റിയിൽ രക്ഷപ്പെട്ടത് ചാർലി ആണെങ്കിൽ ഇവിടെ രക്ഷപ്പെട്ടത് മാക്സ് ആണ്. ഈ മാക്സും ഇവിടുത്തെ നമ്മുടെ ജേസന് തമ്മിൽ അത്ര നല്ല ചേർച്ചയിലല്ല, അവർ തമ്മിൽ പ്രശ്നങ്ങളാണ് എന്നൊക്കെ മാക്സിന്റെ സംസാരത്തിൽ നിന്ന് ഇവന് മനസ്സിലാവുന്നുണ്ട്. മാക്സ് നോക്കുമ്പോൾ അവന്റെ സ്വന്തം അച്ഛനാണല്ലോ മുന്നിൽ നിൽക്കുന്നത്, സംശയിക്കേണ്ട കാര്യമില്ല. ചെക്കൻ അവന്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു. ഹോളി എന്നൊരു പെൺകുട്ടി, മാക്സിന് അവളെ ഒരുപാട് ഇഷ്ടമായിരുന്നു. പക്ഷെ എന്തൊക്കെയോ സംഭവിച്ചു, അവൾ മരണപ്പെട്ടു. ആ ഒരു റിഗ്രറ്റും പേറിയാണ് മാക്സ് ജീവിക്കുന്നത്. ഇതൊക്കെ പൂർണ്ണമായി മനസ്സിലായില്ലെങ്കിലും ജേസൺ അവനെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ട്. ശേഷം അടുത്ത ദിവസം ബോക്സ് ക്രിയേറ്റർ ജേസൺ ഉള്ള നമ്മുടെ ജേസന്റെ യൂണിവേഴ്സിൽ ഡിറ്റക്റ്റീവ് മേസൺ ഡേ പിന്നെയും വന്നേക്കുന്നു. റയാന്റെയും ജേസന്റെയും ഒക്കെ ഫോൺ ലൊക്കേഷൻ ട്രാക്ക് ചെയ്താണ് ഇത്തവണ വരവ്. അന്ന് റയാനെ കാണാതായ ദിവസം വില്ലേജ് ടാപ്പിൽ വെച്ച് ഇരുവരും മീറ്റ് ചെയ്തതിനു ശേഷവും ഇരുവരുടെയും ഫോൺ ഒരേ ലൊക്കേഷനിലൂടെയാണ് ട്രാവൽ ചെയ്തത്, രണ്ടുപേരും ഒരുമിച്ചായിരുന്നു എന്നൊക്കെയുള്ള സംശയത്തിന്റെ പുറത്ത് വന്നതാണ്. തൽക്കാലം ജേസൺ കള്ളം പറഞ്ഞ് മാനേജ് ചെയ്യുന്നുണ്ടെങ്കിലും റയാൻ തിരിച്ചു വന്നില്ലെങ്കിൽ പ്രശ്നമാണ്. അവരുടെ ചോദ്യങ്ങൾക്ക് ജേസൺ ഉത്തരം പറയാൻ പറ്റണമെന്നില്ല. ചുരുക്കി പറഞ്ഞ ആള് പെട്ടു എന്ന് തന്നെ പറയാം. റിസ്ക് എടുക്കാൻ മേല. അതുകൊണ്ട് രണ്ടും കൽപ്പിച്ച് ആള് ബോക്സ് സീൽ ചെയ്തതെല്ലാം തല്ലി പൊട്ടിക്കുന്നുണ്ട്. ഉദ്ദേശം റയാനെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. ഒത്തിരി റിയാലിറ്റികൾ ഇങ്ങനെ കിടക്കുമല്ലേ, അതിൽ ഏതെങ്കിലും റിയാലിറ്റിയിൽ ചെന്ന് ഏതെങ്കിലും റയാനെ പിടിച്ചുകൊണ്ട് വരാമെന്ന് കരുതി. പോലീസിന് റയാനെ കിട്ടിയാൽ മതി, ഇവിടുന്ന് ഒഴിവാക്കിയ ആളെ തന്നെ കിട്ടണമെന്നില്ല. അവർക്ക് ഇക്കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. അങ്ങനെ ഏതോ ഒരു റിയാലിറ്റിയിൽ ചെന്ന് അവിടെ കാർ മെക്കാനിക്കായിട്ട് വർക്ക് ചെയ്യുന്ന, വെള്ളമൊക്കെ അടിച്ച് സ്വന്തം ജീവൻ തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഏതോ ഒരു റയാനെ ഈ റിയാലിറ്റിയിൽ കൊണ്ടുവന്നു. ഇതേസമയം നമ്മുടെ ഹീറോ, നമ്മുടെ ജേസൺ, അവന്റെ റിയാലിറ്റിയെ പറ്റി കുറേ കാര്യങ്ങൾ വിശദമായിട്ട് ഇങ്ങനെ എഴുതുന്നുണ്ട്. ഇത്രയും നേരം അവിടെ ഉണ്ടായിരുന്ന സ്ഥാപനങ്ങളെ പറ്റിയൊക്കെയാണ് എഴുതിയിരുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവൻ ആളുകളെ പറ്റി എഴുതാൻ തുടങ്ങി. ഫസ്റ്റ് ടൈം ഡാനിയലെ മീറ്റ് ചെയ്തതും ആദ്യ കാഴ്ചയിൽ തന്നെ അവളിൽ എന്തോ ഒരു സ്പെഷ്യാലിറ്റി ഫീൽ ചെയ്തതും പിന്നീട് അവർ ഇഷ്ടത്തിലാവുന്നതും ഒക്കെ ഇങ്ങനെ വിശദമായിട്ട് എഴുതി. അവൻ ഇത്രയും കാലം കുറേയധികം നെഗറ്റീവ് ചിന്തകളുണ്ടായിരുന്നു. തൻ്റെ ലൈഫ് അത്ര പെർഫെക്റ്റ് അല്ല, ഇനിയും പെർഫെക്റ്റ് ആവാനുണ്ട്, ബെറ്റർ ഡിസിഷൻസ് എടുക്കാമായിരുന്നു, അങ്ങനെയൊക്കെ. എന്നാൽ ഇപ്പോൾ അവൻ റിയലൈസ് ചെയ്യുന്നു, ലൈഫ് എന്നത് പെർഫെക്ഷന് പുറകെ ഓടിക്കൊണ്ടിരിക്കലല്ല, എല്ലാ ഇംപെർഫെക്ഷൻസും ലൈഫാണ്. അതുതന്നെയാണ് നമ്മളെ വ്യത്യസ്തരാക്കുന്നത്, നമ്മുടെയൊക്കെ ലൈഫ് അർത്ഥവത്താക്കുന്നത്. അങ്ങനെ ഒരുപാട് ഇംപെർഫെക്ഷൻസ് ഉള്ള എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ സ്വന്തം വീട്ടിലേക്ക് എനിക്ക് തിരിച്ചു പോകണം എന്ന് പറഞ്ഞ് വാതിൽ തുറന്നു. ഗസ് വാട്ട്, ഫൈനലി അവസാന ശ്രമത്തിൽ നമ്മുടെ ഹീറോ ദേ അവൻ്റെ സ്വന്തം റിയാലിറ്റിയിൽ തിരിച്ചെത്തി. ആദ്യം ആൾ നേരെ വില്ലേജ് ടാപ്പിൽ ചെന്നു. അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്ക് ഇവനെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയണമല്ലോ. അദ്ദേഹത്തിൻ്റെ പേര് വിളിച്ചപ്പോൾ ഭയങ്കര സന്തോഷത്തോടെ അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് നേരെ ഡാനിയലെയൊക്കെ കാണാൻ വീട്ടിലേക്ക് ഓടിപ്പോകുന്നു. വീടിൻ്റെ അവിടെ എത്തി ജനാല വഴി അകത്ത് നോക്കിയപ്പോൾ ദേ നമ്മുടെ ഡാനിയലെയും ചാർലിയും അകത്തിരിക്കുന്നുണ്ട്. സന്തോഷത്തോടെ അകത്ത് കയറാൻ ശ്രമിച്ചപ്പോഴോ ദേ മറ്റേ ജേസൺ. ബോക്സ് ക്രിയേറ്റർ ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ടല്ലോ. നേരിട്ട് കയറി ചെല്ലുന്നത് പന്തിയല്ല. എന്തെങ്കിലും ചെയ്ത് അവനെ ഒഴിവാക്കണം. ഡാനിയലേക്ക് സത്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുക്കണം. അവൻ നിസ്സാരക്കാരനല്ലല്ലോ. അവനെ നേരിടാൻ ആയുധം കരുതുന്നത് നല്ലതാണ് എന്ന് കരുതി ഗണ്ണ് വാങ്ങാനായിട്ട് ചെല്ലും. എന്താ സാർ, തോക്ക് വേണോ? ദേ ഇത് നോക്കിയേ, 13 ബുള്ളറ്റ്സ് ലോഡ് ചെയ്യാൻ പറ്റുന്നതാ. അത് എനിക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ല, എന്നാലും ഇത് തന്നെ മതിയാവും. ഓക്കെ സാർ, നിങ്ങളുടെ ഫയർ ഓണർ ID കാണിക്ക്. അതെന്താ സംഭവം? സാർ, നിങ്ങൾക്ക് ID ഇല്ലേ? സ്റ്റേറ്റ് പോലീസ് ഇഷ്യൂ ചെയ്ത ID ഉണ്ടെങ്കിൽ മാത്രമേ ഗണ്ണ് കൊടുക്കാൻ പറ്റൂ. അപ്പോൾ ഗണ്ണ് കിട്ടത്തില്ല. ഇല്ലെങ്കിൽ വേണ്ട, ഒരു കത്തിയെങ്കിലും കയ്യിൽ കരുതാമെന്ന് കരുതി ജേസൺ അവിടുന്ന് കത്തിയൊക്കെ നോക്കിയെടുത്തു. ഒരല്പസമയം കഴിഞ്ഞ് ജേസൺ വീണ്ടും ഇതേ കടയിലേക്ക് കയറി വന്ന്, അത് എനിക്കൊരു ഗണ്ണ് വേണമായിരുന്നേ. ഇതിൻ്റെ കാര്യങ്ങളൊന്നും എനിക്ക് വിശദമായിട്ട് അറിയത്തില്ല, എന്നാലും നല്ലൊരു ഗണ്ണ് എടുക്കാമെന്ന് കരുതി. എന്താ സാർ നിങ്ങൾ പിന്നെയും വന്നത്? ഇപ്പോൾ അല്ലേ നിങ്ങളൊരു കത്തി വാങ്ങിപ്പോയത്? എന്ത്, ഞാനിവിടെ ഇപ്പോഴാണ് വരുന്നേ? സാർ, നിങ്ങളല്ലേ ഇപ്പോൾ വന്ന് ഗണ്ണ് ചോദിച്ച് ID ഇല്ലാത്തതുകൊണ്ട് കത്തി വാങ്ങിപ്പോയത്? നിങ്ങൾ തന്നെ. ഇതേ മൂക്കത്തെ മുറിവ് അതുപോലെ ഉണ്ടല്ലോ. ജേസൺ അങ്ങ് സംശയമായി. ഇതെന്ത് സംഭവം? ഇവരെന്തിനെ പറ്റി പറയുന്നേ? ഒറ്റ പോസിബിലിറ്റി അല്ലേ ചിന്തിക്കേണ്ടത്.
അറിയേണ്ടതുള്ളൂ, ജേസൺ ഇവിടെ വന്നിരുന്നു, വേറെ ഏതോ ജേസണും ഇവിടെ വന്നിരുന്നു. മൂക്കത്ത് മുറിവുള്ള ജേസൺ എന്ന് പറയുമ്പോൾ അത് എന്തായാലും ബോക്സ് ക്രിയേറ്റർ ആവില്ല. ബോക്സ് ക്രിയേറ്റർ വേറൊരു യൂണിവേഴ്സിലെ ട്രാപ്പ് ചെയ്ത ജേസൺ തന്നെ ആവും. അല്ല, അവൻ ട്രാപ്പ് ചെയ്തത് ഒരു ജേസണേ അല്ലേ? അപ്പൊ ഈ ജേസൺ ഇത് കാര്യം മനസ്സിലായില്ലേ? നമ്മളെല്ലാവരും ചിന്തിക്കുന്ന പോലെ തന്നെ ഒരൊറ്റ തവണ മാത്രമല്ല ഈ ഇവന്റുകൾ നടന്നിട്ടുള്ളത്. ഒരു ജേസൺ മാത്രമല്ല മറ്റൊരു യൂണിവേഴ്സിൽ നിന്ന് വന്ന് ഇതുപോലെ ചെയ്തിട്ടുള്ളത്. മൾട്ടിവേഴ്സ് ആണ്. മൾട്ടിപ്പിൾ ടൈംസ് ഇതേ ഇവന്റ്സ് റിപ്പീറ്റ് ആയിട്ടുണ്ട്. ഇൻഫൈനൈറ്റ് പോസിബിലിറ്റീസ്, വിച്ച് മീൻസ് ഇവിടെ തുടക്കവും മുടുക്കവും ഒന്നും അന്വേഷിച്ചിട്ട് കാര്യമില്ല. ഇത് ഇങ്ങനെ നീണ്ടു നിവർന്നും കിടക്കുക. ഒരേ ഇവന്റ് ഒരുപാട് തവണ ഇൻഫൈനൈറ്റ് ടൈംസ് തന്നെ റിപ്പീറ്റ് ആയിക്കൊണ്ടേയിരിക്കും. വൺസ് ഇങ്ങനെ ഒരു മെസ്സ് ഉണ്ടായി കഴിഞ്ഞാൽ ഇതെല്ലാം അവസാനിപ്പിക്കുക എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ എന്ന് പറഞ്ഞതിന് കാരണം അപ്പോഴും ഇതെല്ലാം അവസാനിപ്പിക്കാനുള്ളൊരു പോസിബിലിറ്റി അവിടെ അവശേഷിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ബിക്കോസ് ഇത് ഇൻഫൈനൈറ്റ് അല്ലേ, ഇവിടെ എന്തും പോസിബിൾ ആണ്. കൺഫ്യൂഷൻ ഉണ്ടാവുന്നുണ്ടെന്ന് അറിയാം. ബാക്കി കഥയും കൂടെ കേൾക്കുമ്പോൾ എന്താണെന്ന് വ്യക്തമായ ഐഡിയ കിട്ടും. ബോക്സ് ക്രിയേറ്റർ ജേസൺ വേസ്റ്റ് കളയാൻ അതും എടുത്തുകൊണ്ട് പുറത്തു വന്നപ്പോൾ മറ്റൊരു ജേസൺ ഇവനെ ആക്രമിക്കുന്നു. നേരത്തെ ഒരു ജേസൺ കത്തി വാങ്ങിക്കൊണ്ട് പോയില്ലേ, അതേപോലെയുള്ള കത്തി വെച്ച് ഇങ്ങനെ കുത്തി കൊല്ലാനാണ് ശ്രമം. പെട്ടെന്നുണ്ടായ ആക്രമണമായിരുന്നെങ്കിലും ഒരു വിധത്തിൽ ബോക്സ് ക്രിയേറ്റർ ജേസൺ തല്ലാൻ വന്ന ജേസനെ തല്ലി 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 അയാളുടെ തലേന്ന് ചോരയൊക്കെ വരുത്തുന്നുണ്ട്. ഇതിപ്പോൾ ആ സീല് പൊട്ടിക്കുകയും ചെയ്തു. ഓരോരോ തലവേദനയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ ഈ ബോഡി എവിടെയെങ്കിലും കൊണ്ട് കളയണമല്ലോ. മീൻ ടൈം നമ്മുടെ ഡാനിയല റയാന്റെ ഗേൾഫ്രണ്ട് വിളിച്ചതിനെ തുടർന്ന് അവന്റെ വീട്ടിൽ പോയി. കാര്യം എന്താണെന്ന് വെച്ചാൽ റയാൻ അബ്നോർമൽ ആയിട്ട് പെരുമാറുന്നു. ഇത്രയും നാളുള്ള കാര്യങ്ങളൊന്നും അവന് ഓർമ്മയില്ല. അവന്റെ ഗേൾഫ്രണ്ട് ആരാണെന്ന് പോലും അറിയത്തില്ല എന്നൊക്കെ. സംഭവം എന്താണെന്ന് നമുക്കറിയാലോ. കാരണം ഇത് ഇവിടുത്തെ റയാനല്ല, ഇത് മറ്റൊരു യൂണിവേഴ്സിൽ നിന്ന് കൊണ്ടുവന്ന റയാനാണ്. ഡാനിയല അവനോട് സംസാരിക്കാൻ ശ്രമിച്ചപ്പോഴോ ഇവളുടെ കാറിന്റെ പേരൊക്കെ പറഞ്ഞിട്ടാണ് അവൻ സംസാരിക്കുന്നത്. ഇവന്റെ യഥാർത്ഥ റിയാലിറ്റിയിലും ഇതേപോലെ ഒരു ഡാനിയല ഇവൻ അറിയാം. അവൻ വർക്ക് ചെയ്യുന്ന ഒരു കാർ മെക്കാനിക് ഷോപ്പിൽ ഇടയ്ക്ക് അവൾ കാർ ശരിയാക്കാൻ വരും. ആ ഒരു തരത്തിൽ മാത്രമേ ഡാനിയല എന്നൊരു പേഴ്സൺ ഇവന് പരിചയമുള്ളൂ. ഇത്രയും നാൾ മര്യാദയ്ക്ക് സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി 2 ദിവസത്തേക്ക് കാണാതാവുന്നു. പിന്നെ അയാൾ ഇങ്ങനെയൊക്കെ വന്ന് പറയുമ്പോൾ ഇയാൾക്ക് മാനസികമായിട്ട് എന്തോ പറ്റിപ്പോയി എന്നല്ലേ ആരും വിചാരിക്കുള്ളൂ. ഡാനിയലെ ആവട്ടെ റയാനെ സമാധാനപ്പെടുത്തി എന്തൊക്കെയാണ് അവന് പറയാനുള്ളത്. ഇങ്ങനെയൊക്കെ ഈ പ്രശ്നങ്ങളാവുന്നതിന് മുമ്പ്, അതായത് അവനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയെല്ലാം മാറി മറിയുന്നതിന് മുമ്പ് എന്താണ് സംഭവിച്ചത് എന്നൊക്കെ ചോദിച്ച് നമ്മുടെ ജേസൺ, അതായത് ബോക്സ് ക്രിയേറ്റർ ജേസൺ അവനെ മീറ്റ് ചെയ്തതും അവന് മദ്യം വാങ്ങിക്കൊടുത്തതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നു. ജേസന്റെ ഫോട്ടോ റയാന് കാണിച്ചു കൊടുത്ത് ജേസൺ തന്നെയാണ് ഇതിന് പുറകിൽ നിന്ന് ഡാനിയലെ ഉറപ്പിക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നത് ഒരേ ഹോട്ടലിൽ താമസിക്കുന്ന 2 ജേസന്മാരെയാണ്. ഒരുത്തൻ മറ്റൊരുത്തനെ കണ്ടിട്ട് ഓടിപ്പോയി. അവിടുന്ന് പുറത്തിറങ്ങിയപ്പോൾ വേറൊരു ജേസൺ. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഈ റിയാലിറ്റിയിൽ ഒട്ടനവധി ജേസന്മാർ വന്നു കഴിഞ്ഞു. നേരത്തെ ഇവിടെ വന്ന ബോക്സ് ക്രിയേറ്റർ ജേസൺ അയാളെ ആക്രമിക്കാൻ വന്ന ജേസനെ കൊന്നിട്ട് അവന്റെ ശരീരം എടുത്ത് കാറിന്റെ ഡിക്കിയിലാക്കുവാണ്. ഈ റിയാലിറ്റിയിൽ വിട്ട ഏതോ ഒരു ജേസൺ വില്ലേജ് ടാപ്പിൽ ചെന്ന് കയറിയപ്പോൾ ഓൾറെഡി അവിടെ ഒരു ജേസൺ ഡ്രിങ്ക്സ് കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ജേസൺ ആ ജേസന്റെ അടുത്ത് ചെന്നിരുന്നു. ഇതിലൊരെണ്ണം നമ്മുടെ ജേസൺ ആണ്. കാരണം ഇവൻ പറയുന്ന കഥയൊക്കെ വെച്ചിട്ട് നമ്മുടെ ജേസന് സംഭവിച്ചത് തന്നെ. മറ്റേ ജേസന്റെ കേസിലും സംഭവിച്ചത് ഇതൊക്കെ തന്നെയാണ്. അമ്മാന്റെ അവനെ രക്ഷപ്പെടാൻ ഹെൽപ്പ് ചെയ്തു. അവർ രണ്ടാളും പല പല റിയാലിറ്റികളിൽ എത്തിപ്പെട്ടു. ബോക്സിനെ പറ്റിയുള്ള സത്യങ്ങളൊക്കെ മനസ്സിലാക്കി. എന്നാൽ അവന്റെ കൂടെ ഉണ്ടായിരുന്ന അമ്മാന്റെ മരണപ്പെടുകയാണ് ചെയ്തത്. ഒരു റിയാലിറ്റിയിൽ വെച്ച് പെട്ടുപോയി. ആ ഒരു റിയാലിറ്റിയിൽ ട്രാപ്പായി പോയി. ഇനിയിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്ന ജേസന്മാരുടെ എല്ലാവരുടെയും ഉദ്ദേശം ഡാനിയലയുടെയും ചാർലിയുടെയും കൂടെ ജീവിക്കുക എന്നുള്ളതാണല്ലോ. അതിന് ഓൾറെഡി ഇപ്പോൾ അവളുടെ കൂടെയുള്ള ജേസനെ ഒഴിവാക്കണം. ആ ജേസനെ, ബോക്സ് ക്രിയേറ്റർ ജേസനെ അങ്ങ് തട്ടിയേക്കുക എന്നുള്ളതാണ് പ്ലാൻ. എന്നാൽ അതുകൊണ്ടും പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല. പിന്നെയും ജേസന്മാർ വന്നുകൊണ്ടിരിക്കും. ഇതിലൊരു ജേസൺ മറ്റേ ജേസനോട് വ്യക്തമായി പറയുന്നുണ്ട്, ഡാനിയലുടെയും ചാർലിയുടെയും കൂടെ ജീവിക്കാനാണ് ഞാനിവിടെ വന്നത്. അതിനിടയിൽ ആര് വന്നാലും ഞാൻ തീർത്ത് കളയും. അതിപ്പോൾ ഏത് ജേസൺ ആണെങ്കിലും, ഈ റിയാലിറ്റിയിലെ OG ജേസൺ വന്നാലും തീർത്ത് കളയുമെന്ന് വ്യക്തമായി പറഞ്ഞു വെച്ചു. ഇതിങ്ങനെ വിട്ടാൽ ശരിയാവത്തില്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ ജേസൺ തൊട്ടടുത്ത ദിവസം ഒരു റെസ്റ്റോറൻറ്റിൽ ചെന്ന് പബ്ലിക്കായിട്ട് സിഗരറ്റ് വലിക്കാൻ തുടങ്ങി. അല്ല പിന്നെ എന്തായാലും ഇങ്ങനെയൊക്കെയായി മൾട്ടിവേഴ്സ് കുളമായിക്കൊണ്ടിരിക്കുക. വേറെ ഏതെങ്കിലും റിയാലിറ്റിയിലേക്ക് പോകാനാണെന്നുണ്ടെങ്കിൽ മെഡും ബാക്കിയില്ല. അങ്ങനെ ആയതുകൊണ്ട് തോന്നിയത് കാണിച്ചേക്കാവുന്നുള്ള മട്ടിലായിരിക്കും. അവിടെ ഇരിക്കുന്ന പലരും എതിർത്തെങ്കിലും നിങ്ങൾ നിങ്ങളുടെ പണി നോക്കാൻ അമ്മച്ചി എന്നുള്ള മട്ടിൽ പബ്ലിക്കായിട്ട് സിഗരറ്റ് വലിച്ചു. അവർ പോലീസിനെ വിളിച്ചു. ഇവൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അറസ്റ്റ് ചെയ്യാമെന്ന ഉദ്യോഗസ്ഥനാണ് ഡോൺ. മറ്റേ റിയാലിറ്റിയിലെ ഗുണ്ടയില്ലേ, ഇവിടെ പോലീസാണ്. രാവിലെ ഡാനിയല ബോക്സ് ക്രിയേറ്റർ ജേസന്റെ അടുത്ത് അവൾക്ക് ഒരിടം വരെ പോകാനുണ്ട്, കാർ എടുക്കുക എന്ന് പറഞ്ഞപ്പോൾ നിനക്ക് 1 മിനിറ്റ്, ആ വണ്ടി എടുക്കണ്ട, നീ ചാർലിയുടെ വണ്ടിയിൽ പോയാൽ മതി. ഇയാൾ നിർബന്ധിച്ച് ചാർലിക്ക് വേണ്ടി വാങ്ങിയ വണ്ടിയാണ് അവൾക്ക് കൊടുത്തു വിടുന്നത്. കാരണം മറ്റേ വണ്ടിയുടെ ഡിക്കിയിൽ ബോഡി ഇരിക്കുമല്ലേ. ദെൻ ജേസൺ ചാർലിയും കൊണ്ട് യൂണിവേഴ്സിറ്റി ഓഫ് ചിക്കാഗോയിലേക്ക് പോവാണ്. ഇവിടെയാണ് നമ്മുടെ ജേസൺ പഠിച്ചത്. ചെക്കൻ ഈ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടിയില്ല. എന്നാലും ഇവിടെയൊക്കെ കാണാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞപ്പോൾ എല്ലാം കൊണ്ട് കാണിക്കാമെന്ന് പറഞ്ഞിരുന്നു. രണ്ടാളും യൂണിവേഴ്സിറ്റിയിലെത്തി അവിടെ ഇങ്ങനെ നടക്കുമ്പോൾ വേറൊരു ജേസൺ, ബോക്സ് ക്രിയേറ്റർ ആ ജേസനെ ശ്രദ്ധിച്ച് പെട്ടെന്ന് ചാർലിയും കൊണ്ട് അകത്ത് കയറി. ചാർലി അവനെ കൂടെ കണ്ടാൽ മൊത്തം കുഴയും. അതുകൊണ്ട് അവൻ കയറി വരുന്നതിന് മുമ്പ് എന്തെങ്കിലും ചെയ്യണം. ഇൻസ്റ്റന്റ്ലി പെട്ടെന്ന് മൂവ് ചെയ്ത് ഓരോരോ ഡിപ്പാർട്ട്മെന്റുകളിലൂടെ അങ്ങനെ പോയി ഇവരെ തിരക്കി വന്നുകൊണ്ടിരിക്കുന്ന ജേസന്റെ കണ്ണിൽ പെടാതെ അവിടെ എവിടെയും ഒളിച്ചിരുന്ന് അങ്ങനെയൊക്കെ മാനേജ് ചെയ്യാൻ ശ്രമിക്കുന്നു. മീൻ ടൈം നമ്മുടെ അമാൻഡ ഇപ്പോൾ ജേസന്റെ സ്റ്റോറേജ് യൂണിറ്റിലാണ്. റയാൻ അങ്ങനെയൊക്കെ സംഭവിച്ചതിന് ശേഷം പുള്ളിക്കാരൻ ടോട്ടലി പോയിന്റ്ലെസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങിയതിന് ശേഷം ഇവൾക്ക് വീണ്ടും ജേസനെ സംശയമായി. ജേസൺ ഇപ്പോഴും തുറന്നു പറഞ്ഞിട്ടില്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കി സ്റ്റോറേജ് യൂണിറ്റിൽ വന്ന് വിശദമായിട്ട് തിരയുന്നു. കുറച്ചു നാളുകൾക്ക് മുമ്പെടുത്ത ജേസന്റെയും ഡാനിയലയുടെയും ചാർലിയുടെയും ഒക്കെ ചിത്രങ്ങൾ കാണാം. റോബർട്ട് എഫ് കെന്നഡിയുടെയും മറ്റും ചിത്രങ്ങളൊക്കെയുള്ള ഡോളേഴ്സ് കാണാം. നേരത്തെ ഇവൾക്ക് കിട്ടിയ പോലെയുള്ള കുറേയധികം മെഡ് ആൻഡ് റയാന്റെ കോട്ടും കാണാം. ഇതെല്ലാം എങ്ങനെ ഇവിടെ വന്നു, ഇവനിവിടെ എന്താ ചെയ്യുന്നതെന്ന് അറിയാതെ നിൽക്കുമ്പോഴാണ് പോലീസ്
പോലീസ് സ്റ്റേഷനിൽ നിന്ന് കോൾ വരുന്നത്. പബ്ലിക്കായിട്ട് സിഗരറ്റ് വലിച്ച കുറ്റത്തിന് ജേസൺ ഇപ്പോൾ സ്റ്റേഷനിലാണെന്ന്. ഇതേസമയം യൂണിവേഴ്സിറ്റിയിൽ ബോക്സ് ക്രിയേറ്ററെ വിടാതെ ഇങ്ങനെ പിന്തുടർന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് വേറൊരു ജേസൺ. ഇതിങ്ങനെ പോയാൽ പ്രശ്നമാകുമെന്ന് മനസ്സിലാക്കി ചാർലിയോട്, മോനെ നീ ഒരു കാര്യം ചെയ്യ്, നീ പോയി കാർ എടുത്ത് സൗത്ത് ഗേറ്റിന്റെ അവിടെ വാ, ഞാൻ അങ്ങോട്ട് വരാം. എന്താ പെട്ടെന്ന് ഇങ്ങനെ, എന്തു പറ്റി? എടാ പറയുന്നേ കേക്കടാ, ചെല്ല് അത്യാവശ്യമാണ് എന്ന് പറഞ്ഞ് അവനെ തള്ളി പറഞ്ഞു വിട്ടിട്ട് നേരെ ആള് ലൈബ്രറിയിൽ കയറി. അവിടുന്ന് ബാത്റൂമിൽ കയറി ഉമ്മാർ 2 കൂട്ട് അടിയായി. ഈ ഡ്യൂപ്ലിക്കേറ്റ് ജേസനെ തീർക്കാൻ കത്തിയൊക്കെ ആയിട്ടാണ് മറ്റവൻ വന്നത്. ഒരു വിധത്തിൽ ബോക്സ് ക്രിയേറ്റർ ആ കത്തിയൊക്കെ പിടിച്ചു വാങ്ങി ഇവന്റെ കഴുത്തിൽ അങ്ങനെ ലോക്കിട്ട് ശ്വാസം മുട്ടിച്ച് അവനെ വീഴ്ത്തി. പുറത്ത് കാർ ഓടിച്ച് അത്ര എക്സ്പീരിയൻസ് ഇല്ലാത്ത നമ്മുടെ ചാർലി ഒരു ഹമ്പ് ചാടിയപ്പോൾ സ്ലോ ചെയ്യാത്തത് കൊണ്ട് കാർ മൊത്തത്തിലൊന്ന് കുലുങ്ങി. ഇത്ര കുടുങ്ങിയതിന്റെ കാരണം ഡിക്കിയിൽ ആ ബോഡി കിടക്കുന്നത് കൊണ്ടാണ്. ഇതറിയാത്ത ചെക്കൻ കാർ സൈഡിൽ ഒതുക്കിയപ്പോൾ ഒരു പോലീസുകാരൻ ഇത് കണ്ടിട്ട് ലൈസൻസും ചോദിച്ചു വന്നു. ഇവൻ ഇപ്പം ലേണേഴ്സ് പെർമിറ്റിലാണ്. ലൈസൻസ് ഉള്ള ആരെങ്കിലും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ കാർ ഓടിക്കാവൂ എന്നുള്ള നിയമമുണ്ട്. പോലീസുകാരൻ കൂടുതൽ കാര്യങ്ങളൊക്കെ ചോദിച്ച് ഫൈൻ അടിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ബോക്സ് ക്രിയേറ്റർ ജേസൺ അങ്ങോട്ട് ഓടി വന്നു. ഓഫീസറുടെ കയ്യും കാലും പിടിച്ച് ഒരു വിധത്തിൽ അവിടെ നിന്ന് പോയി. മറ്റേ ജേസൺ ഇപ്പോഴും ബാത്റൂമിൽ കിടപ്പുണ്ടേ. അവൻ മരിച്ചിട്ടില്ലെങ്കിൽ എണീറ്റ് വരുന്നതിന് മുമ്പ് ഇവിടുന്ന് രക്ഷപ്പെടണം. ഈ ഒരു ടൈമിൽ നമ്മുടെ ഡാനിയല്ല പോലീസ് സ്റ്റേഷനിലാണ്. ജേസനെ ഇറക്കാൻ ചെന്നതാ. പുള്ളിക്കാരി നല്ല ദേഷ്യത്തിലാണ്. സിഗരറ്റ് വലിച്ചു, അതും പബ്ലിക് പ്ലേസ് വെച്ച് സിഗരറ്റ് വലിച്ചു. അതുകൂടാതെ എന്തൊക്കെയോ ഇവളിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മുടെ ജേസൺ ആയതുകൊണ്ട് പുള്ളിക്കാരൻ സംഭവിച്ച കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അവളോട് പറഞ്ഞു തീർക്കുന്നുണ്ട്. അവൾക്കത് വിശ്വസിക്കാൻ പാടാണ്. അതുകൊണ്ട് ജേസന്റെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് ലാസ്റ്റ് ക്രിസ്മസിന് ഇവർ പോയിട്ടില്ലാത്തൊരു സ്ഥലത്ത് ഇവർ പോയിരുന്നു എന്ന മട്ടിൽ സംസാരിക്കുക എന്ന് പറഞ്ഞു. ഇവനിതെന്തോന്ന് ഇങ്ങനെ പറയുന്നതെന്ന് അറിയില്ലെങ്കിലും ഡാനിയൽ ഒന്ന് ശ്രമിച്ചു നോക്കിയപ്പോൾ വേറൊരു ജേസൺ ഫോൺ എടുത്തു. ക്രിസ്മസിന് ഇവർ വിസിറ്റ് ചെയ്തിട്ടില്ലാത്തൊരു സ്ഥലത്തെ പറ്റി ചോദിച്ചപ്പോൾ അതെ ഞാൻ ഓർക്കുന്നു, അവിടുത്തെ ചൂടപ്പത്തിന് എന്നാ ടേസ്റ്റ് ആയിരുന്നറിയോ, ഞാൻ 3 എണ്ണം തിന്ന്, നീ എത്ര എണ്ണം തിന്നായിരുന്നു എന്ന മട്ടിൽ അവിടുന്ന്. അങ്ങനെ ഈ ജേസൺ പറയുന്നതൊക്കെയാണ് സത്യമെന്ന് ഡാനിയൽ മനസ്സിലാക്കി. വീട്ടിൽ ചെന്ന് ചാർലിയെയും കൂട്ടി ഇവന്റെ അടുത്തേക്ക് വരണം, എവിടെ വെച്ച് മീറ്റ് ചെയ്യണമെന്നുള്ള കാര്യവും ഇവള് തീരുമാനിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. കാരണം നമ്മുടെ ഈ ജേസൺ ചിന്തിക്കുന്ന പോലെ ബാക്കി എല്ലാ ജേസന്മാർക്കും ചിന്തിക്കാൻ പറ്റുമല്ലോ. അതുകൊണ്ട് ഇവൻ തന്നെ ഒരു ലൊക്കേഷൻ ചൂസ് ചെയ്താൽ ശരിയാവത്തില്ല. സോ അവൾ തന്നെ ഒരു ലൊക്കേഷൻ ചൂസ് ചെയ്തു. അതുകൂടാതെ ഇവർക്ക് രണ്ടാൾക്കും തിരിച്ചറിയാൻ വേണ്ടി ഒരു കോഡ് വേർഡും സെറ്റ് ചെയ്യുന്നുണ്ട്, ജൂപ്പിറ്റർ. അങ്ങനെ എല്ലാം പ്ലാൻ ചെയ്ത് പുള്ളിക്കാരി ചാർലിയെ കൂട്ടിക്കൊണ്ടുവരാൻ വീട്ടിലേക്ക് പോകുന്നു. ഈ ജേസനോട് സംസാരിച്ചപ്പോൾ ഡാനിയിലേക്ക് ആ ഒരു ട്രസ്റ്റ് കിട്ടി. ഇത്രയും നാൾ തന്റെ കൂടെ ജീവിച്ചിരുന്ന തന്റെ ഹസ്ബൻഡ് ആയിട്ടുള്ള ജേസൺ ഇത് തന്നെയാണെന്ന് അവൾക്ക് വ്യക്തമായി. ഡാനിയല തിരിച്ച് വീട്ടിൽ ചെന്നപ്പോൾ അവിടെയുള്ള ബോക്സ് ക്രിയേറ്റർ ജേസൺ തിടുക്കം പിടിച്ച് എത്രയും വേഗം ഇവിടുന്ന് പോകണോ എന്നൊക്കെ പ്ലാൻ ചെയ്യുവാണ്. നമ്മളിപ്പോൾ ഭയങ്കര പ്രശ്നത്തിലാണ്, ലേറ്റനുമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഒന്നും അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണം, നീ നിന്റെ സാധനങ്ങളൊക്കെ എടുക്കുക. ഇവൻ പറഞ്ഞ അനുസരിച്ച് ചാർലിയും പാക്ക് ചെയ്യുവാണ്. ഈ ഒരു അവസരം തന്നെ യൂസ് ചെയ്യാമെന്ന് ഡാനിയലയും തീരുമാനിച്ചു. മൂരം പുറത്തിറങ്ങാൻ തുടങ്ങിയപ്പോൾ ജേസനോട് ബേസ്മെന്റിൽ നിന്ന് ഒരു സാധനം എടുക്കാനുണ്ട്, ഒന്ന് വന്നേന്ന് പറഞ്ഞ് അങ്ങോട്ട് വിളിച്ചു വരുത്തി അവിടെ തള്ളിയിട്ട് വാതിലും ലോക്ക് ചെയ്തിട്ട് ചാർലിയെയും വിളിച്ചോടി പുറത്തിറങ്ങി. അപ്പോഴേക്കും ജേസൺ കാറും കൊണ്ട് വന്നിരുന്നു. ഇവൻ ഇങ്ങോട്ട് വന്നു. എന്നാൽ പിന്നെ സമയം കളയേണ്ട, അവന്റെ കൂടെ കയറി രക്ഷപ്പെട്ടേക്കാമെന്ന് കരുതി കാറിൽ കയറി യാത്ര ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ഈ ജേസനോടല്ല പോലീസ് സ്റ്റേഷനിൽ വെച്ച് സംസാരിച്ചതെന്ന് ഇവള് റിയലൈസ് ചെയ്യുന്നത്. ഉടനടി ഇവരുടെ കാർ അപകടത്തിൽ വിട്ടു. വലിയ പരിക്ക് പറ്റാതെ രക്ഷപ്പെട്ടു. ആക്സിഡന്റ് ഉണ്ടാക്കിയ വണ്ടി ഏതാണെന്ന് നോക്കിയപ്പോൾ അതിനകത്തും ഒരു ജേസൺ. ഈ വണ്ടി ഓടിച്ചതും ആ വണ്ടി ഓടിച്ചതും ജേസൺ തന്നെ. ഇവന്മാർ രണ്ടുപേരുമല്ല തന്റെ ജേസൺ എന്ന് മനസ്സിലാക്കി ഡാനിയല ചാർലിയെയും വിളിച്ച് ജേസനെ മീറ്റ് ചെയ്യാവുന്ന ഇവള് പറഞ്ഞ ലൊക്കേഷനിലേക്ക് ചെല്ലാണ്. നമ്മുടെ ജേസൺ അവിടെയൊക്കെ തന്നെയുണ്ട്. കോഡ് വേർഡ് എന്താണെന്ന് ചോദിച്ചു. ജൂപ്പിറ്റർ എന്ന് പറഞ്ഞപ്പോൾ ആൾ ഇത് തന്നെയാണെന്ന് വ്യക്തമായി. എത്രയോ നാളിന് ശേഷമാണ് സ്വന്തം മകനെ കാണുന്നത്. സന്തോഷത്തോടെ നിറ കണ്ണുകളോടെ നമ്മുടെ ജേസൺ അവനെ കെട്ടിപ്പിടിച്ചു. കുറേ സമയം കഴിഞ്ഞ് ഇവരുടെ വീട്ടിലേക്ക് പുതിയൊരു ജേസൺ വരുന്നുണ്ട്. ഓൾറെഡി ബേസ്മെന്റിൽ ബോക്സ് ക്രിയേറ്റർ ജേസൺ പെട്ടുകിടപ്പുണ്ട്. അവനെ കൂടാതെ പുതിയൊരു ജേസൺ വന്ന് ബോക്സ് ക്രിയേറ്ററെ കണ്ടുപിടിച്ചു. ഈ ജേസണും ഭാര്യയെയും മകനെയും അന്വേഷിച്ചു വന്നതാണ്. ഡാനിയലെയും ചാർലിയും എവിടെ പോയതാണെന്ന് അറിയത്തില്ല എന്ന് ബോക്സ് ക്രിയേറ്റർ പറഞ്ഞപ്പോൾ നല്ല കീറുന്നുണ്ട്. പിന്നെ അവനിത് വേണം, അവനൊരു ബോക്സ് ഉണ്ടാക്കാൻ പോയതുകൊണ്ടാണല്ലോ ഇതൊക്കെ ഇത്രയും കോംപ്ലിക്കേറ്റ് ആയത്. നമ്മുടെ ജേസൺ ആവട്ടെ ഡാനിയലെയും മകനെയും കൊണ്ട് എങ്ങോട്ടോ പൊക്കോണ്ടിരിക്കുവാണ്. എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. തൽക്കാലം ഈ ബഹളത്തിനിടയിൽ നിന്നൊക്കെ മാറി അങ്ങ് പോവാം. പോണ ടൈമിലൊക്കെ ഡാനിയലയുടെ ഫോണിലേക്ക് നിരന്തരം മറ്റ് ജേസന്മാരും മെസ്സേജ് അയക്കുന്നുണ്ട്. മോളെ, ഞാനാണ് ഒറിജിനൽ, ഞാനാണ് നിന്റെ ജേസൺ. ഡാനിയല, നിനക്കറിയാം വേറെ ജേസന്മാർ നിന്നെ പറ്റിക്കത്തേ ഉള്ളൂ. എനിക്കാണ് നിന്നോട് യഥാർത്ഥ സ്നേഹം. നമ്മുടെ മോൻ എവിടെ ഡാനിയല? നീ എവിടെയാ? വാ, നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി സമാധാനമായിട്ട് ജീവിക്കാം. പല നമ്പറുകളിൽ നിന്ന് ഇങ്ങനെ മെസ്സേജുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ഇവൾക്കും ചാർലിക്കും ഒക്കെ ഇങ്ങനെ അവർ മാറി മെസ്സേജ് അയക്കുന്നുണ്ട്. സംഭവിച്ച കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ, ഇത്രയും നാൾ അവർ യഥാർത്ഥ ജേസന്റെ കൂടെ അല്ല ജീവിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ ഇവർക്കും എന്ത് പറയണമെന്ന് അറിയത്തില്ല. ഇത്രയും നാൾ പേപ്പേഴ്സിൽ മാത്രം ഉണ്ടായിരുന്ന കാര്യം തിയറിയായി മാറുമല്ലേ. ഇതൊക്കെ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇന്നിപ്പോൾ ഇവർക്ക് ഇതെല്ലാം റിയാലിറ്റിയുമാണ്. ഇനിയിപ്പോൾ മറ്റെങ്ങോട്ടെങ്കിലും പോയി മറ്റ് ജേസന്മാരുടെ ഒന്നും ശല്യമില്ലാത്തടത്ത് ജീവിക്കണം. എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ഈ ജേസൺ തീരുമാനിച്ചാൽ ശരിയാവത്തില്ല. കാരണം മറ്റുള്ള ജേസന്മാരും ഇവരെ പോലെ തന്നെ ചിന്തിക്കുന്നവരാണ്. അതുകൊണ്ട് നമ്മുടെ ചാർലി അവന്റെ ഒരു സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അത്യാവശ്യം കുറച്ച് ദിവസങ്ങളെങ്കിലും മറ്റ് ജേസന്മാരുടെ ശല്യമില്ലാതെ ഇവിടെ ജീവിക്കാം. നമ്മുടെ ചാർലി ഓൾറെഡി കുറച്ച് വിഷമത്തിലായിരുന്നു. അവൻ ഗേൾഫ്രണ്ട് ആക്കാൻ ആഗ്രഹിച്ചിരുന്ന പെൺകുട്ടിക്ക് ഇവനോട് താല്പര്യമില്ലാത്തതും ആ പെൺകുട്ടി മറ്റുള്ള ആമ്പിള്ളേരോട് ഇടപഴകുന്നതും ഒന്നും ഇവന് സഹിക്കൂലല്ലോ. അവളെ സ്വന്തമാക്കാൻ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള വിഷമമൊക്കെ പറയുമ്പോൾ ജേസന്റെ റെസ്പോൺസിബിലിറ്റിയാണ് ഡാനിയലെയും ചാർലിയെയും പ്രൊട്ടക്ട് ചെയ്യേണ്ടത്. പക്ഷെ അവനെ കൊണ്ടും അത് സാധിച്ചില്ല എന്ന് കരുതി ഇത് ജേസന്റെ മിസ്റ്റേക്ക് ആവുന്നുമില്ല. അദ്ദേഹം ശ്രമിച്ചിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇങ്ങനെയൊക്കെ ആയി. അറ്റ്ലീസ്റ്റ് ഇപ്പം മൂവരും ഒരുമിച്ചാണല്ലോ. ഇന്നൊരു ദിവസം കൊണ്ട്
കൊണ്ട് ചാർലിക്ക് എന്തൊക്കെയാണല്ലേ ഫേസ് ചെയ്യേണ്ടി വന്നത്. നിന്ന് നിപ്പിൽ എത്ര അച്ഛന്മാരാ, നാട്ടിൽ മുഴുവൻ ഇവന്റെ അച്ഛന്മാര്, അതും വേറെ റിയാലിറ്റി എന്നൊക്കെ എല്ലാം കൂടെ കയറി വന്നേക്കുക. രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ജേസൺ അവന്റെ മെയിൽ ഒന്ന് ചെക്ക് ചെയ്തു. അതിൽ ദേ ജേസന്മാർക്ക് വേണ്ടി മാത്രമുള്ളൊരു ചാറ്റ് റൂം. ഏതോ അഡ്മിൻ ജേസൺ തുടങ്ങിയ ഈ റൂമിലേക്ക് 103 ജേസന്മാർ ജോയിൻ ചെയ്തിരിക്കുകയാണ്. ഇത്രത്തോളം ജേസന്മാർ ഒരൊറ്റ റിയാലിറ്റിയിൽ. എല്ലാവർക്കും വേണ്ടത് ഡാനിയലയുടെയും ചാർലിയുടെയും കൂടെയുള്ളൊരു ജീവിതം. ഇതിൽ പലരും ഇന്ന് ഡാനിയലെ ഫോളോ ചെയ്തിരുന്നു. അവൾ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ അവളെ ഫോളോ ചെയ്തവരുണ്ട്. രാവിലെ മുതലേ ഇവരുടെ വീട്ടിൽ എന്താണ് നടക്കുന്നത് എന്ന് നിരീക്ഷിക്കുന്നവരുണ്ട്. ഇവരുടെ ഫാമിലി പോയിരിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ ചുറ്റിപ്പറ്റി നിന്ന ആളുകൾ ആ ഇൻഫോർമേഷൻസ് ഒക്കെ, അവർ കണ്ട കാര്യങ്ങളൊക്കെ ചാറ്റ് റൂമിൽ ഷെയർ ചെയ്തിരിക്കുന്നു. നമ്മുടെ ജേസൺ ഇതിനകത്ത് ലോഗിൻ ചെയ്തപ്പോൾ മറ്റു ചില ജേസന്മാർ ഇവന് പ്രൈവറ്റ് ആയിട്ട് മെസ്സേജ് അയക്കുന്നു. അതായത് നമുക്ക് രണ്ടാൾക്കും കൂടി ഒരുമിച്ച് നിന്ന് ബാക്കിയുള്ള ജേസന്മാരെല്ലാം അങ്ങ് തട്ടാം. നമ്മൾ രണ്ടും മാത്രം അവശേഷിക്കുമ്പോൾ ഡാനിയലയുടെയും ചാർലിയുടെയും കൂടെ ആരാ ജീവിക്കേണ്ടതെന്ന് പിന്നെ തീരുമാനിക്കാം എന്നൊക്കെ. സാഹചര്യം ആലോചിച്ച് നോക്ക്. പ്രശ്നം അത്രത്തോളം ഗുരുതരമാണ്. ഡാനിയലയ്ക്കും ചാർലിക്കും വേണ്ടി ജേസന്മാരെ തമ്മിൽ തല്ലി കൊല്ലാൻ പോലും തയ്യാറാണ്. ഇതെല്ലാം കണ്ടങ്ങ് പേടിക്കുന്ന നമ്മുടെ ഹീറോ ജേസൺ ആവട്ടെ അന്ന് രാത്രി ഉറങ്ങുന്നില്ല. വീടിന് മുന്നിൽ കാവലിരിക്കുന്നു. ഒരു കമ്പിയൊക്കെ എടുത്ത് ഏതെങ്കിലും ജേസൺ ഇനി ഈ സ്ഥലം കണ്ടുപിടിച്ച് ഇങ്ങോട്ട് വന്നാൽ തീർക്കാൻ തയ്യാറായിട്ട് കാത്തിരിക്കുന്നു. ശേഷം അടുത്ത ദിവസം ഇവരിപ്പോൾ സ്റ്റേ ചെയ്യുന്ന വീടിന്റെ ബീച്ച് സൈഡിലിരുന്ന് നമ്മുടെ ജേസണും ഡാനിയലയും സംസാരിക്കുവാണ്. ബോക്സ് ക്രിയേറ്റർ ജേസൺ ഇവിടെ വന്ന ആദ്യ കുറച്ച് ദിവസങ്ങളൊക്കെ ഇവള് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അയാളുടെ പെരുമാറ്റവും രീതികളും, ഇവരുടെ റിലേഷൻ തുടങ്ങിയ ആദ്യ കുറച്ച് നാളുകൾ ജേസൺ എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ആദ്യ കുറച്ച് നാളുകൾ ജേസൺ ഇവളെ എങ്ങനെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടോ അതുപോലൊക്കെ തന്നെയായിരുന്നു അങ്ങേരും. ആ ഒരു ഫീലൊക്കെ വീണ്ടും അനുഭവിക്കാൻ പറ്റിയപ്പോൾ ഇവളും ഭയങ്കര ഹാപ്പി ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു. തീർച്ചയായിട്ടും അങ്ങനെയാവുമല്ലോ. പോകെ പോകെ ഏതൊരു ബന്ധത്തിലാണെങ്കിലും അതിൻ്റെതായിട്ടുള്ള ഡിസ്റ്റൻസുകൾ കൂടി വരും. റിലേഷൻ തുടങ്ങിയ സമയത്തുണ്ടായിരുന്ന അതേ വൈബ് അങ്ങനെയും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. ഈ ജേസണും പറ്റിയിട്ടില്ല. എന്നിരുന്നാലും ഇദ്ദേഹത്തോടൊപ്പം അവൾ ഹാപ്പി ആയിരുന്നു. ആ ഒരു പെർഫെക്ഷൻ ഇല്ലാന്നുണ്ടെങ്കിലും കുറേ കാര്യങ്ങളിൽ ആ ഒരു ഇംപെർഫെക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും സ്റ്റിൽ ഇരുവരും അവരുടെ ജീവിതത്തിൽ സാറ്റിസ്ഫൈഡ് ആയി അത്തരത്തിൽ സന്തോഷത്തോടെയാണ് മുന്നോട്ട് ജീവിച്ചിരുന്നത്. മറ്റ് റിയാലിറ്റിയിൽ ജേസൺ കണ്ട ഡാനിയലെ പറ്റി അവനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവൾ ആർട്ടിസ്റ്റാണ്, അവൾ അവളുടെ ജീവിതത്തിൽ ഹാപ്പിയാണ്. ഇവന്റെ റിയാലിറ്റിയിലെ കാര്യങ്ങളൊക്കെ അവളോട് സൂചിപ്പിച്ചപ്പോൾ ഈ റിയാലിറ്റിയിൽ ഡാനിയല ഹാപ്പി ആയിരുന്നു എന്ന് അവളും ചോദിച്ചിരുന്നു എന്നൊക്കെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ഡാനിയല നല്ല രീതിയിൽ ആർട്ടിസ്റ്റ് ഒക്കെ ആയിട്ട് അങ്ങനെ പോകണമെന്ന് ആഗ്രഹിക്കുന്ന പോലെ അവിടുത്തെ ഡാനിയല ജേസനെ കിട്ടി കുടുംബജീവിതമൊക്കെ ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിച്ചിരുന്നു എന്ന്. കണ്ടില്ലേ, മറ്റൊരാളുടെ റിയാലിറ്റിയാണ് ഇവരുടെ സ്വപ്നങ്ങൾ. ഇതേസമയം ഇവരുടെ വീട്ടിൽ ബോക്സ് ക്രിയേറ്റർ ജേസനെ കെട്ടിയിട്ടിട്ട് നമ്മുടെ ജേസനൊക്കെ എങ്ങോട്ടാണ് പോയത് എന്ന് ട്രാക്ക് ചെയ്യാൻ ശ്രമിക്കുവാണ് വേറൊരു ജേസൺ. പോസിബിൾ ആയിട്ടുള്ള എല്ലാ വഴിയിലൂടെയും അവരെ ട്രാക്ക് ചെയ്യാൻ ശ്രമിക്കുവാണ്. ക്രെഡിറ്റ് കാർഡ്സ് എവിടെയെങ്കിലും വെച്ച് യൂസ് ചെയ്യുന്നുണ്ടോ, ഹോട്ടൽസ് വല്ലതും ബുക്ക് ചെയ്യുന്നുണ്ടോ, എന്തെങ്കിലും ഒരു ചെറിയ ലീഡ്, ട്രാക്ക് ചെയ്യാൻ പറ്റിയ ചെറിയൊരു ലീഡെങ്കിലും കിട്ടുന്നുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ്. ഇപ്പം നിലവിൽ അവർ സ്റ്റേ ചെയ്യുന്നത് ചാർലി ചൂസ് ചെയ്ത സ്ഥലത്തായതുകൊണ്ട് തന്നെ ഈ ജേസൺ ആ സ്ഥലത്തെ പറ്റി വ്യക്തമായൊരു ഐഡിയ ഇല്ല. ഇവൻ എത്ര ചിന്തിച്ചാലും അത് കിട്ടാൻ പോകുന്നില്ല. ഇവിടെ ഇങ്ങനെ വെറുതെ നോക്കിയിരുന്നിട്ട് കാര്യമില്ല. ഏതെങ്കിലും സോഴ്സ് വഴി അവരെ കണ്ടുപിടിച്ചേ പറ്റുള്ളൂ എന്നുള്ള വാശിയിലാണ്. അങ്ങനെ തിരക്കി വന്നപ്പോൾ ബ്ലെയർ ഡാനിയലൊക്കെ അയച്ചിരിക്കുന്ന മെസ്സേജ് കണ്ടു. ബ്ലെയറിന്റെ കാറിലാണ് ഡാനിയലൊക്കെ പോയത്. അപ്പോൾ കാർ ഇന്ന് തിരിച്ച് കിട്ടുമെന്ന് അറിയാൻ വേണ്ടി പുള്ളിക്കാരി മെസ്സേജ് അയച്ചിരിക്കുന്നു. ഇത് കണ്ട ഉടനെ ഇവൻ ഐഡിയ കിട്ടി. ആ കാർ ട്രാക്ക് ചെയ്താൽ അവരെവിടെയുണ്ടെന്ന് അറിയാൻ പറ്റുമല്ലോ. കാർ ട്രാക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ബ്ലെയർ ഇവിടെ വരണം. സോ ബ്ലെയറിനെ ഇവിടെ വരുത്താൻ വേണ്ടി അവൾക്ക് മെസ്സേജ് അയച്ചു. ബോക്സ് ക്രിയേറ്റ് ചെയ്ത ജേസനോട് ഇവൻ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തതുകൊണ്ട് ഇവന് വന്ന വലിയ നഷ്ടങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവന്റെ റിയാലിറ്റിയിലുള്ള അമാൻഡ കൊല്ലപ്പെട്ടു, ഡാനിയല കൊല്ലപ്പെട്ടു. ഇതിൽ ഡാനിയലയാണെങ്കിലും അമാൻഡയാണെങ്കിലും ഇവനെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. എന്നാൽ ഇവന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് കാരണം, ആരോടും ഷെയർ ചെയ്യാതെ അവൻ തന്നെ എടുത്ത ഈ തീരുമാനങ്ങൾ കാരണം ഇത്രത്തോളം പ്രശ്നങ്ങളുണ്ടായി. ഇതെല്ലാം കേൾക്കുമ്പോൾ അവനും ഒരുമാതിരി അങ്ങ് വിഷമമായ പോലെയൊക്കെ കാണിക്കുന്നുണ്ട്. റിയൽ ആണോ എന്നറിയില്ല. അപ്പോഴേക്കും ബ്ലെയർ വീട്ടിലെത്തിയേ. പുള്ളിക്കാരി വിളിച്ചിട്ട് ആരും വിളി കേട്ടില്ല. എല്ലാവരും എവിടെ പോയെന്നറിയാൻ അങ്ങനെ നടന്ന് കയറി മുകളിൽ ചെന്ന് നോക്കിയപ്പോൾ ദാണ്ടെ നമ്മുടെ ജെയ്സനെ തല്ലിപ്പിഴിഞ്ഞൊരു പരുവത്തിലാക്കിയിട്ടേക്കുന്നു. ഉടനെ ഇവനെ ഈ അവസ്ഥയിലാക്കിയ മറ്റേ ജെയ്സനും കയറി വന്നു. എനിക്കറിയാം ബ്ലെയർ, ഇതൊക്കെ നിനക്ക് കുറേ വിയേർഡായിട്ട് തോന്നും. പക്ഷേ ഇപ്പോൾ ഡാനിയലയുടെ നല്ലതിനു വേണ്ടി നീ നിന്റെ കാറിന്റെ ലൊക്കേഷൻ ഒന്ന് ട്രാക്ക് ചെയ്യണം. നിന്റെ ഫോണിൽ ഞാന്നേ. ഇവരെ രണ്ടുപേരെയും ഒരുമിച്ച് കണ്ടപ്പോൾ ബ്ലെയർ ഒന്ന് പകച്ചെങ്കിലും ഇവൻ ഫോൺ ചോദിച്ചപ്പോൾ വലിച്ചോണ്ട് അവിടെ ഇരുന്നാൽ മതി എന്നും പറഞ്ഞ് ഇവന്റെ മോന്ത കെട്ടണം കൊടുത്തൊരു ഒറ്റ ഓട്ടം. ബട്ട് ജേസന്റെ കയ്യിൽ ഗണ്ണുണ്ടായിരുന്നു. അവൻ ഫയർ ചെയ്തപ്പോൾ ഇവള് പേടിച്ചവിടെ നിന്നു. ഇനിയിപ്പോൾ അവൻ പറയുന്നത് കേൾക്കുക, വേറെ വഴിയില്ലല്ലോ. നിനക്ക് ഫോണല്ലേ വേണ്ടത്? ഞാൻ ഫോൺ പോക്കറ്റിൽ നിന്ന് വലിച്ചൂരി തരട്ടെ എന്നാ ചോദിച്ചത്. എന്നാ ഫോൺ നീ എടുത്തോ എന്ന് പറഞ്ഞ് നൈസായിട്ട് പെപ്പർ സ്പ്രേ എടുത്ത് അവന്റെ മുഖത്തടിച്ച് അവന്റെ കയ്യിലിരുന്ന ഗണ്ണ് സ്വന്തമാക്കി അവനെ പോയിന്റ് ചെയ്തു. ദേ, രണ്ട് ജേസന്മാരും സത്യം പറഞ്ഞോണം, ഇതെന്ത് തേങ്ങ ഇവിടെ നടക്കുന്നേ. അവിടുന്ന് കെട്ടിയതാൽ അന്ന് രാത്രി സമയം ഇവിടെ നമ്മുടെ ഹീറോ ഡാനിയലേക്ക് ഈ മൾട്ടിവേഴ്സ് മൊത്തത്തിൽ എങ്ങനെയാണ് എന്നുള്ള കാര്യം അവന്റെ ഒരു കൺസെപ്റ്റ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഒത്തിരി കേട്ടിട്ടുള്ള നദിയും അതിലെ മീനും ആ ഒരു എക്സാമ്പിൾ വെച്ച്, ഒരു മീനിനെ സംബന്ധിച്ചിടത്തോളം അതുള്ള നദിയാണ് അതിന്റെ യൂണിവേഴ്സ്. അതിനത്ര മാത്രമേ അറിയുള്ളൂ. എന്നാൽ ആരെങ്കിലും അതിനെ ആ നദിയിൽ നിന്ന് പുറത്തെടുക്കുമ്പോഴാണ് ഈ നദി മാത്രമല്ല ഉള്ളത്, മറ്റൊരുപാട് നദികളുണ്ട് എന്നുള്ള സത്യം അത് മനസ്സിലാക്കുന്നത്. അതേപോലെയാണ് നമ്മുടെ യൂണിവേഴ്സ്. നമ്മുടെ യൂണിവേഴ്സ് ഒന്നേ ഉള്ളൂ, ഇതൊന്നു മാത്രമാണ് എന്ന് നമ്മൾ വിചാരിക്കും. അങ്ങനെയല്ല. നമ്മുടെ യൂണിവേഴ്സ് പോലെ മറ്റൊരുപാട് യൂണിവേഴ്സുകളുണ്ട്. അവിടേക്കൊന്നും ഇതുവരെയും നമുക്ക് കടന്നു ചെല്ലാൻ സാധിക്കില്ലായിരുന്നു. ഇപ്പോൾ ആ ബോക്സ് ത്രൂ 5th ഡിമെൻഷനിലേക്ക് നമുക്ക് കടക്കാനും അതുവഴി ഓരോരോ റിയാലിറ്റികളിലേക്ക്, മറ്റൊരുപാട് യൂണിവേഴ്സുകളിലേക്ക് നമുക്ക് പോകാനും സാധിക്കും. ഇങ്ങനെ ജേസൺ കടന്നു പോയിട്ടുള്ള യൂണിവേഴ്സുകളിൽ എവിടെയെങ്കിലും അവനങ്ങ് തുടർന്ന് ജീവിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ അമാൻഡ
അവൾ അന്ന് സ്റ്റേ ചെയ്യാൻ തീരുമാനിച്ച യൂണിവേഴ്സില്ലേ അവിടെ തുടർന്നിരുന്നെങ്കിൽ നന്നായിരുന്നു ഇദ്ദേഹത്തിനും തോന്നിയിരുന്നു. നല്ലൊരു ലോകമാണിത്. തൊടുന്നതിനും പിടിക്കുന്നതിനും പിണങ്ങുന്ന പ്രസിഡന്റുമാരില്ലാത്ത മനോഹരമായൊരു ലോകം. അവിടെ നിന്നിരുന്നെങ്കിൽ ഇദ്ദേഹം വളരെ ഹാപ്പി ആയിരുന്നേനെന്നും ഇദ്ദേഹം പറയുന്നുണ്ട്. എങ്കിലും അതെല്ലാം വിട്ട് തന്റെ കുടുംബത്തെ കണ്ടുപിടിക്കാനായിട്ട് ഇദ്ദേഹം ഇങ്ങോട്ട് വന്നു. എന്തൊക്കെ കിട്ടിയാലും തന്റെ ഈ ചെറിയ ഫാമിലിക്ക് പകരമാവില്ല ഒന്നും. ജേസൺ തങ്ങളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. ഈ ഒരു ബോറിംഗ് ലൈഫ് ആയിരുന്നിട്ടും അദ്ദേഹം തങ്ങൾക്ക് വേണ്ടി എത്രമാത്രം കഷ്ടപ്പെട്ടു എന്നൊക്കെ മനസ്സിലാക്കുമ്പോൾ ഡാനിയലിക്കും ഒരുപാട് സന്തോഷം. ഇവിടെ എല്ലാവരും ഹാപ്പി ആയിരുന്നു. എന്നാൽ അന്ന് രാത്രി ഇവിടെ കുറെ ജേസന്മാർ വന്ന് പ്രശ്നം ഉണ്ടാക്കി. ഒരു ജേസൺ വീടിന് പുറത്ത് വീണ് കിടക്കുന്നു, മറ്റൊരു ജേസൺ വെടികൊള്ളുന്നു. ഇതെല്ലാം കണ്ട് പേടിയോട് നമ്മുടെ ജേസൺ ഇങ്ങനെ നിൽക്കുമ്പോൾ വേറൊരു ജേസൺ ഇവന് നേരെ ഗണ്ണ് പോയിന്റ് ചെയ്ത്, എതിർക്കാൻ നോക്കണ്ട, ഞാൻ നിന്നെ കൊന്നുകളയും, എനിക്ക് ഈ ഫാമിലി വേണം, നീയും ഡാനിയലേയും തമ്മിലുള്ള സീക്രട്ട് വേർഡ് എന്താ? നമ്മുടെ ജേസൺ ഇപ്പോൾ വേറെ എന്ത് ചെയ്യാൻ പറ്റും? പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ അവൻ ഷൂട്ട് ചെയ്താലോ? രണ്ടും കൽപ്പിച്ച് നമ്മുടെ ആൾ പതിയെ മുന്നോട്ട് നീങ്ങി. ഓക്കെ, ഷൂട്ട് ചെയ്യരുത്, ഞാൻ പറഞ്ഞുതരാം. അടുത്തെത്തിയതും പെട്ടെന്ന് അവന്റെ കയ്യിലിരുന്ന ഗണ്ണ് തട്ടിയിട്ടിട്ട് അടി ഉണ്ടാക്കാൻ തുടങ്ങി. കൂട്ടത്തിലെ വില്ലൻ ജേസൺ നമ്മുടെ ജേസനെ ഓവർ പവർ ചെയ്ത് ബീറ്റ് ചെയ്യും എന്നൊരു സാഹചര്യം വന്നപ്പോൾ വില്ലന് വെടി കൊണ്ട് താഴെ വീണു. ബോക്സ് ക്രിയേറ്റർ ജേസൺ ആണ് മറ്റവനെ ഷൂട്ട് ചെയ്ത് കൊന്നു കളഞ്ഞിട്ട് ഡാനിയലിയോടും ചാർലിയോടും ഒക്കെ സോറി പറഞ്ഞ് ഇവന്റെ കയ്യിലുള്ള ഗണ്ണ് അങ്ങ് താഴെ വെക്കുവാണ്. ഐ എം റിയലി സോറി, ഞാനാണ് ബോക്സ് ഉണ്ടാക്കിയത്, ഈ കുഴപ്പങ്ങൾക്കെല്ലാം കാരണം ഞാനാണ് എന്നൊക്കെ പറഞ്ഞു തീരുന്നതിന് മുമ്പ് നമ്മുടെ ചാർലി അവന്റെ മോന്ത കെട്ടണം കൊടുക്കുന്നുണ്ട്. ഇതെന്തായാലും ഇങ്ങനൊരു അടി നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നുണ്ട്. നേരത്തെ ചെക്കൻ എന്തെങ്കിലും മണ്ടത്തരം കാണിക്കുമോ എന്നുള്ള ഒരു പേടിയേ ഉണ്ടായിരുന്നുള്ളൂ. സ്വന്തം അച്ഛനെ വേറൊരു റിയാലിറ്റിയിൽ കൊണ്ടുപോയി ഇട്ടതല്ലേ, അടി കൊടുത്തില്ലെങ്കിലേ ഉള്ളൂ. അടി കൊണ്ടാലും താൻ ചെയ്ത മിസ്റ്റേക്ക് എല്ലാം അക്സെപ്റ്റ് ചെയ്ത് ബോക്സ് ക്രിയേറ്റർ ജേസൺ ഇവർക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് കാറിന്റെ കീ കൊടുത്തു. നമ്മുടെ ജേസൺ അവന്റെ കയ്യിൽ കിടന്ന വെഡിങ് റിംഗും വാങ്ങി കാറിൽ കയറി മുന്നോട്ട് ചെല്ലുമ്പോൾ വേറൊരു ജേസൺ അവിടെ വന്ന് ഇവർക്ക് നേരെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അധികം ഒന്നും ചിന്തിക്കാൻ പോവാതെ അവനെയും ഇടിച്ചിട്ട് ഇവർ നേരെ ബോക്സ് ഉള്ള അങ്ങോട്ട് പോവാണ്. മറ്റൊരു റിയാലിറ്റിയിലേക്ക് ട്രാവൽ ചെയ്യണമെങ്കിൽ മെഡ് വേണമല്ലോ. ബോക്സ് ക്രിയേറ്റർ ജേസൺ ഇവർക്ക് ആവശ്യമുള്ള മെഡ് എല്ലാം ഈ കാറിൽ വെച്ചിരുന്നു. കൂടാതെ മാക്സിന്റെ ഓർമ്മയ്ക്കായിട്ട് ഇവർ വീട്ടിൽ വെച്ചിരുന്ന ഒരു പോളിഗോണും ഇവിടെ ഉണ്ട്. അവസാനമായി അവൻ ഇവരോട് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഫോണിൽ റെക്കോർഡ് ചെയ്തും വെച്ചിരുന്നു. അന്ന് ആദ്യമായി അവൻ ബോക്സിലൂടെ ട്രാവൽ ചെയ്ത സമയത്ത് അവന്റെ മനസ്സ് മുഴുവൻ ഒരു റിഗ്രറ്റ് ആയിരുന്നു. അന്നൊരിക്കൽ അവനെടുത്ത ആ ഒരു തീരുമാനമുണ്ടല്ലോ, ഫാമിലി വേണ്ട, ഫാമിലി ലൈഫ് വേണ്ട, പകരം കരിയറിൽ ഫോക്കസ് ചെയ്യാമെന്നുള്ള തീരുമാനം. ആ ഒരു റിഗ്രറ്റിലാണ് അവൻ ഒരുപാട് കാലം ജീവിച്ചത്. ശേഷം ബോക്സിലൂടെ വന്ന് ഇവിടെ ഇങ്ങനെ ഒരു റിയാലിറ്റിയിൽ ജേസൺ കുടുംബമായിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കുന്നത് കണ്ടു. തന്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഒരു മൾട്ടിനാഷണൽ കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്ത് തീർക്കാനുള്ളതല്ല, അവർ തരുന്ന പണത്തിനനുസരിച്ച് വർക്ക് ചെയ്ത് തീർക്കാനുള്ളതല്ല എന്നുള്ള തിരിച്ചറിവ്. അവനെ ഇഷ്ടപ്പെട്ടിരുന്ന ഡാനിയലിക്ക് വേണ്ടി കൂടി ജീവിക്കാൻ പറ്റാത്തതിലുള്ള ആ ഒരു റിഗ്രറ്റ് തന്നെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ അവനെ പ്രേരിപ്പിച്ചത്. സംഭവിച്ച കാര്യങ്ങൾക്ക് എല്ലാത്തിനും സോറി പറഞ്ഞ് ഈ ലോകം ഇനി ഇവർക്ക് സേഫ് ആയിരിക്കില്ല, ഇവിടെ ആകെ മെസ്സായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇനിയും ഇവരുടേതായിട്ടുള്ള ചെറിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു ലൈഫ് ഉണ്ടാക്കിയെടുക്കാൻ മറ്റൊരു നല്ല ലോകം ചൂസ് ചെയ്യാൻ പറഞ്ഞു വിടുവാണ്. അങ്ങനെ നമ്മുടെ ജേസണും ഡാനിയലെയും ചാർലിയും ഒക്കെ ബോക്സ് ഇരിക്കുന്ന അവിടെ വന്നു. ഇവിടെ ആവട്ടെ കുറേ ജേസന്മാര്. ഇവരെല്ലാം മറികടന്ന് ഇവർക്ക് എങ്ങനെ രക്ഷപ്പെട്ടു പോകാൻ പറ്റും? ഇതിപ്പോൾ അവിടുന്ന് രക്ഷപ്പെട്ടു വന്ന് കെണിയിൽ വീണല്ലോ എന്ന് കരുതി നമ്മുടെ ജേസനൊക്കെ ഇങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ ബോക്സിന് ചുറ്റും കാത്തു നിൽക്കുന്ന ജേസന്മാരിൽ ഒരാൾ, നിങ്ങൾ പേടിക്കണ്ട, വന്നോളൂ, ഞങ്ങൾ ഒരു കാര്യം റിയലൈസ് ചെയ്തു, എതിർക്കുന്നത് കൊണ്ട് കാര്യമില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് ചൂസ് ചെയ്യാം. അത് കേട്ടപ്പോൾ നമ്മുടെ ജേസനൊക്കെ എന്തെന്നില്ലാത്ത ആശ്വാസം. മൂവരും ബോക്സിനടുത്തേക്ക് നടക്കുമ്പോൾ ഈ കൂട്ടത്തിൽ ഒരു ജേസൺ, ഇല്ല പറ്റില്ല, ഇത് ഞാൻ സമ്മതിക്കില്ല, ഇത് എന്ത് പരിപാടി, ഇത് എന്തിനാ അവളെ അവന് കൊടുക്കുന്നേ? എന്നാൽ ഇതേ കൂട്ടത്തിലുള്ള മറ്റൊരു ജേസൺ അവനെ തടഞ്ഞു നിർത്തിയിട്ട്, നിന്നെ പോലെ തന്നെ ഞങ്ങൾക്കും അവളോടൊപ്പം ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഇത് നമ്മുടെ ഡിസിഷൻ അല്ല, അവൾ ആരെ ചൂസ് ചെയ്തു എന്നുള്ളതാണ്, അവൾ അവനെയാണ് ചൂസ് ചെയ്തത്, പ്രശ്നം ഉണ്ടാക്കാതെ മാറി നിൽക്ക്. അങ്ങനെ ജേസന്മാരെല്ലാവരും തമ്മിലൊരു ഒത്തുതീർപ്പായിട്ട് നമ്മുടെ ജേസണും ഡാനിയലെയും ചാർലിയും ബോക്സിനകത്ത് കയറി മെഡ് യൂസ് ചെയ്ത് പുതിയൊരു ലോകത്തേക്ക്, അതും നമ്മുടെ ചാർലി ഓപ്പൺ ചെയ്യുന്ന പുതിയൊരു ലോകത്തേക്ക് കടക്കുവാണ്. ബോക്സ് ക്രിയേറ്റർ ജേസന്റെ ലോകത്ത് കൈ മുറിഞ്ഞു പോയ ഡോൺ എന്തൊക്കെയോ മനസ്സിലുറപ്പിച്ച് അങ്ങനെ ഇരിക്കുന്നുണ്ട്. ആളിത്തിരി വയലന്റ് ആണേ, ഒരുപക്ഷെ അവരാരെങ്കിലും തിരിച്ചു വരാൻ വേണ്ടി പ്രതികാരം ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്നതാവാം. അതല്ലെങ്കിൽ ചിലപ്പോൾ ബോക്സിൽ കയറി ട്രാവൽ ചെയ്തെന്നിരിക്കാം. പിന്നെ നമ്മുടെ ബ്ലെയർ ഉണ്ടല്ലോ, ലോക്കസ്റ്റ് വന്ന് എല്ലാവരെയും കൊന്നുകളഞ്ഞ ലോകത്ത് ജീവിക്കുന്ന ബ്ലെയർ, അവിടെ അങ്ങനെ ഒറ്റയ്ക്ക് ജീവിച്ച് മതിയായിട്ട് വീണ്ടും ബോക്സിൽ കയറി ട്രാവൽ ചെയ്യാനുള്ള ധൈര്യമൊക്കെ സംഭരിച്ച് കയറി എങ്ങോട്ടോ പോകുന്നുണ്ട്. പിന്നെ ലെയ്റ്റൺ പല റിയാലിറ്റികളിലൂടെ ട്രാവൽ ചെയ്ത് ആൾ ആഗ്രഹിച്ച പോലെ ഒരു ലൈഫ് ലീഡ് ചെയ്യുന്നു എന്നാണ് മനസ്സിലാവുന്നത്. നമ്മുടെ അമാൻഡ ആ ബ്യൂട്ടിഫുൾ ലോകത്ത് നല്ലൊരു ജീവിതം ജീവിച്ചു വരുമ്പോൾ അവിടുത്തെ റയാൻ ഇവളെ തേടി വന്നു. മേ ബി ഈ ലോകത്തുള്ള ഇയാൾ മെഡ് കണ്ടുപിടിച്ചിട്ടുണ്ടാവും. പോസിബിലിറ്റീസ് അനവധിയാണല്ലോ. ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. പുതിയ ലോകത്തും നമ്മുടെ ജേസണും ഡാനിയലിക്കും ചാർലിക്കും ഒക്കെ പുതിയ ചലഞ്ചസ് നേരിടേണ്ടി വന്നേക്കാം. കുറേ റിയാലിറ്റീസ് ഇപ്പോഴും മെസ്സിലാണല്ലോ. ഇനിയിപ്പോൾ ഇതൊക്കെ എങ്ങനെ സോർട്ട് ഔട്ടായി മുന്നോട്ട് പോകും എന്നൊക്കെയുള്ള വലിയ ചോദ്യത്തിലാണ് നമ്മുടെ ഈ സീരീസിൻ്റെ 1ാമത്തെ സീസൺ അവസാനിക്കുന്നത്. എല്ലാ സുഹൃത്തുക്കൾക്കും കഥ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുകയാണ്. എൻ്റെ ഒരു അറിവനുസരിച്ച് കഴിഞ്ഞ വർഷം 2025 ജൂലൈയിൽ ഇതിൻ്റെ 2nd സീസൺ ഷൂട്ടിംഗ് എല്ലാം അവസാനിച്ചു. ഇക്കൊല്ലം സമ്മറിൽ അത് റിലീസ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൺഫേംഡ് അല്ല. ഇനിയിപ്പോൾ സീസൺ 2 റിലീസ് ആവുമോ നമുക്കതിൻ്റെ കഥ കേൾക്കാം. ഇപ്പോഴും പലരും പ്ലൂറിബസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പ്ലൂറിബസ് സീരീസ് റിലീസായി അത്രയും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. 2nd സീസൺ റിലീസ് ആയിട്ടില്ല, ആവട്ടെ. അതുപോലെ തന്നെ ഈ സീരീസുകളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സീരീസുകളും ബാക്കി സീസണുകൾ റിലീസ് ആവുന്നതിനനുസരിച്ച് തീർച്ചയായും എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഈ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. മറ്റൊരു ദിവസം മറ്റൊരു നല്ല സിനിമയുടെ കഥയുമായി കാണാം. ടേക്ക് കെയർ.